നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിനിമയായിരുന്നു മലയാളത്തിലെ ദുൽഖർ സൽമാന്റെ ചാർലി എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടാൻ കാരണം അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ദുൽഖറിന്റെ ക്യാരക്ടർ തന്നെയാണ്. ആ ക്യാരക്ടറോട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു തടസ്സങ്ങളും ആളുടെ മുമ്പിൽ ഇല്ല. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള ആൾക്കാരെ കാണുക, അതായത് ജീവിതത്തിൽ തനിക്ക് എന്ത് തോന്നുന്നു ആ കാര്യം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞത് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആ രീതിയിലുള്ള ക്യാരക്ടറാണ് ആ സിനിമയിൽ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ആ സിനിമയിലെ ക്യാരക്ടറിനെ പോലെ തന്നെയാണ്. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ നടക്കാറില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ഒരു ആഗ്രഹങ്ങളും നടക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് വലിയൊരു സത്യാവസ്ഥ. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ജീവിതം എന്താണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്? 100% ഉറപ്പാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച ജീവിതം ആയിരിക്കത്തില്ല. ഒരു 90% ആൾക്കാരിലും അവരാഗ്രഹിച്ച ജീവിതത്തിലൂടെ അല്ല അവർ കടന്നു പോകുന്നത്. അത് ഇപ്പം വേറെ നമ്മൾ ഒരുപാട് ആൾക്കാരിലോട്ട് നോക്കണ്ട, നമ്മളിലോട്ട് നോക്കിയാൽ മതി. നമുക്കറിയാം നമ്മൾ ആഗ്രഹിച്ച ജീവിതമല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ടതെന്ന്. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ ആഗ്രഹിച്ച ജീവിതം എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പലരും ചിന്തിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പേടിയാണ്. അങ്ങനെ പേടി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റിയില്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം മനസ്സിലൊരു സങ്കടം, വിഷമം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പലരും അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കാൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ, ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലോകം ചുറ്റണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അയാളെ സംബന്ധിച്ചിട്ട് അയാളുടെ ജില്ല വിട്ട് ഇതുവരെ പുറത്തു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരിക്കില്ല. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ഫ്ലൈറ്റ് ഓടിക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പറത്താം എന്നുള്ളതായിരിക്കണം. പക്ഷെ ഇന്ന് വരെ അയാൾ ഒരു ബൈക്ക് പോലും മര്യാദയ്ക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പലതും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ 100-ൽ 90% ആൾക്കാരുടെ ജീവിതം ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ആഗ്രഹിച്ച ജീവിതം ജീവിക്കാണ്ട് കിട്ടിയ ജീവിതം ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാർ. പക്ഷെ ഒരു 10% ആൾക്കാർ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ ഏതോ രീതിയിൽ അവരാഗ്രഹിച്ച ജീവിതം നേടിയെടുത്ത പല ആൾക്കാരും ഉണ്ടാവാം. ഒരാൾക്ക് അയാൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ പറയാം അത് ദൈവാനുഗ്രഹമാണെന്നോ അല്ലെങ്കിൽ അയാളുടെ ഭാഗ്യമാണെന്നോ എന്തൊക്കെ വേണമെങ്കിലും അയാൾക്ക് കാരണങ്ങളായിട്ട് പറയാൻ സാധിക്കും. കാരണം അയാൾ ആഗ്രഹിച്ച രീതിയിലാണ് അയാൾ ജീവിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണോ കാരണങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളെ പോലും നിയന്ത്രിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന തീരുമാനങ്ങളോ, അങ്ങനെയുള്ള ചില തീരുമാനങ്ങളാണ് നമ്മുടെ ചില ആഗ്രഹങ്ങളെ പോലും നിയന്ത്രിക്കേണ്ടതെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി മാറ്റി വെച്ചു, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. പക്ഷെ അതോർത്ത് നമ്മളാരും സങ്കടപ്പെടാറില്ല, അല്ലെങ്കിൽ അതോർത്ത് നമ്മളാരും ആത്മഹത്യക്ക് ശ്രമിക്കാറില്ല, അതോർത്ത് നമ്മൾ മുന്നോട്ട് ജീവിക്കാനിരിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മൾ മുന്നോട്ട് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റൊരു രീതിയിലോട്ട് നമ്മൾ പോകുന്നില്ല. നമുക്ക് കിട്ടിയ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ലക്കി ഭാസ്കറിൽ പറഞ്ഞ പോലെ, അവൻ നമ്മളെ പോലെ അല്ല വിനോദ്, ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കാത്ത, ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിച്ചവൻ. നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിച്ച ആൾക്കാരാണ് നമ്മൾ ഈ ഭൂരിഭാഗം പേരും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, അതായത് നമ്മളിങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ല എന്നാണ് മറുപടി നമുക്ക് പറയേണ്ടി വരിക. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഹാപ്പിയാണ്, നമ്മളിപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവിതം. പക്ഷെ എങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളിൽ ചില ആഗ്രഹങ്ങളെങ്കിലും നമ്മുടെ ഈ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് നടത്താൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ശ്രമിച്ചല്ലോ എന്നൊരു ആശ്വാസത്തോടുകൂടി നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു.